വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ തന്നെ എല്ലാവരും കൂടി പൂ പറിക്കാൻ ഇറങ്ങിയിട്ട് ആ കൊക്കയൊക്കെ എടുത്തിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് എത്താത്ത സ്ഥലത്തൊക്കെ ചെമ്പരത്തൊക്കെ നല്ല ഹൈറ്റിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൊക്കയൊക്കെ ആക്കിയിട്ട് പൂ പറിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് കുറച്ച് ഡ്രസ്സിന് വർക്ക് ചെയ്യാനുണ്ടായിരുന്നേ, തിരുവോണത്തിന് ഇടുന്നത്. ഇത് നിങ്ങൾ കാണുന്നത് തിരുവോണ ദിന ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. ഇങ്ങോട്ട് വാ, പിണങ്ങി നിൽക്കുക. അവൾ പിണങ്ങിയിട്ടങ്ങ് പോവുക കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുങ്ങണ്ടാന്ന് പറഞ്ഞതാണ്. പറിക്കൂ പറിക്കൂ. അപ്പോഴത്തേക്കും കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിപ്പോയി. എന്താ പറയുക, ചായ കുടിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ തരി ഉപ്മാവായിരുന്നേ. അതിനിടയ്ക്ക് ഇതാ ദേവമോള് കുളിച്ച് ഒരുങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടേ. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്ന് ഉത്രാട ദിനല്ലേ, അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ ബിരിയാണിയും പാലട പായസമാണ് കേട്ടോ ഉണ്ടാക്കണേ. നേരത്തെ ചിന്നു പാലട ഇങ്ങനെ ഇളക്കുന്നുണ്ടായിരുന്നില്ലേ, പായസം ഇങ്ങനെ ഇളക്കുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ അമ്മ ഉണ്ടാക്കിയായിരുന്നു. മിക്സാണ് വാങ്ങിച്ചപ്പോൾ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ അതിങ്ങനെ അവളിങ്ങനെ വീഡിയോ എടുക്കാൻ മാത്രം ഇങ്ങനെ ഇളക്കാൻ വന്നതാട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്തൊക്കെയാണ് വേണ്ടത്, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, ഏലക്ക, കുരുമുളക് ഇല്ലാതെ കൊണ്ടാട്ടോ ഞാൻ കുരുമുളക് പൊടി ചേർത്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്നൊക്കെ കറക്റ്റ് അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ മാലി ഒഴിച്ച് വളി ഒഴിച്ച് തുണ്ടയായിട്ടുണ്ട്. പൊട്ടും പറ്റിനി. ഹലോ ഗായ്സ്, സുമി തെരഞ്ഞ ഹലോ ഗായ്സ്, സുമി തെരഞ്ഞല്ലാത്ത താരിടോ. ഇന്നത്തെ വീഡിയോ എന്നാണ് വന്നാൽ പായസം ഉണ്ടാക്കാനാണ്. സേമിയ പായസോറാണ് പേര്. ഇതാ നോക്കൂ, ഇനി അമ്മ ഫോൺ എന്നൊക്കെ കിട്ടാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിയൊക്കെ അരിയുന്ന സമയം കൊണ്ട് അമ്മ വേഗം ചിക്കനൊക്കെ വൃത്തിയാക്കി തന്നിട്ടുണ്ടേ. അപ്പോൾ പണി എളുപ്പമായി. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് മസാലയൊക്കെ പെരക്കി വെക്കാമെന്ന് വിചാരിച്ചേ. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുകയാണ്. അതിനുശേഷം കുറച്ച് മഞ്ഞൾ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ. അതിനുശേഷം ചിക്കൻ മസാല, കുറച്ച് ചിക്കൻ മസാല വേണം കേട്ടോ. കുറച്ച് ചിക്കൻ മസാല, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല. അതിനുശേഷം നമുക്ക് നമ്മുടെ നേരത്തെ പൊടിച്ച് വെച്ച ബിരിയാണി മസാലയില്ലേ, ബിരിയാണി മസാല ഒരു 2 ടീസ്പൂണൊക്കെ അങ്ങ് ഇടുക കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ നമ്മുടെ ജിഞ്ചർ ഗാർലിക്, പിന്നെ പച്ചമുളക്, ഗ്രീൻ ചില്ലിയും കൂടി അരച്ചത് ചേർത്തെടുക്കുക. അതിന് ശേഷം ഫ്രൈഡ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. ഒരു ഓണിയൻ ഫ്രൈ ആക്കിയത് കുറച്ച് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയും. മല്ലിയിലേനേക്കാളും കുറച്ച് കുറവായിട്ട് വേണം പുതിനയില എടുക്കാനേ. എന്നിട്ട് നല്ലോണം നിങ്ങൾ കയ്യിനെ കൊണ്ടൊന്ന് ചേർത്ത് കൊടുക്കട്ടെ. ഈ മസാലകളൊന്നും ചിക്കനിലോട്ട് അങ്ങ് പിടിക്കട്ടെ. നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നമുക്കിതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കേ. തീർന്നില്ലേ, ഇനി 2 സാധനം കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ മെയിനായിട്ടുള്ള തൈര്. മെയിനായിട്ടല്ല, എന്നാലും തൈര് വേണം. അതായത് ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ തൈരും ചെറുനാരങ്ങയൊക്കെ യൂസ് ആക്കുന്നത്. കുറച്ച് കൂടിപ്പോയാൽ പുളി അധികമാവുമേ. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം വളരെ കുറച്ച് മാത്രം ആഡാക്കിയാൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പരക്കി നമുക്ക് ഒരു 15 അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ. അതിന് ശേഷം ഇത് ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുക. ഞാൻ എന്നിട്ട് ഈ വേഗം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നെ കുളിക്കാൻ പോയി. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തത്. അങ്ങനെ ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തെടുത്ത് വെച്ച്
അപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു കടായിൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം ചീനച്ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് മാറ്റുകയാണേ ചിക്കൻ. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഉള്ളി വഴറ്റണമല്ലോ, നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റണം. ഉള്ളി ഞാനൊരു 5 ഉള്ളിയാണ് എടുത്തേക്കുന്നത്. കുറച്ചധികം മസാല നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇത്രയൊന്നും വേണ്ട മസാല. ചിലവർക്ക് അധികം മസാലയൊക്കെ ഇഷ്ടമായിരിക്കില്ല, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടാ. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ദമ്മിൻ്റെ അകത്തേക്ക് കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്ത ഓയിൽ ഉണ്ടായിരുന്നേ, അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എനിക്കിങ്ങനെ റെഡിയായിട്ട് ഞാനിങ്ങനെ കിച്ചണിൽ അങ്ങനെ നിന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ നല്ല ഡ്രസ്സിൽ ഇങ്ങനെ കിച്ചണിൽ നിന്നിട്ട് പണിയൊക്കെ എടുക്കാൻ. ഞാനങ്ങനെ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് കൈ ഫുൾ സ്ലീവ് അല്ലേ, ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി അരിഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ ഉള്ളി നമ്മൾ വഴന്ന് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാവുന്നതല്ലേ ഉള്ളൂ. തക്കാളി പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ഞാനിങ്ങനെ ചിലപ്പോൾ കട്ടിംഗ് ബോർഡൊന്നും എടുക്കൊന്നുമില്ല, ഞാനിങ്ങനെ തന്നെ അങ്ങ് മുറിച്ചെടുക്കുക കേട്ടോ. എനിക്ക് കുറച്ച് ഞാൻ ചിലപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഉള്ളി കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഈ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് പേസ്റ്റ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുക. ഉള്ളിനേക്കാളും കുറച്ച് കുറവായിട്ട് തക്കാളി എടുത്താൽ മതി. ഇവിടെ ഒരു 4 തക്കാളിയാണ് എടുത്തേക്കുന്നത്. 4 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടുമല്ലോ. തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള ഇച്ചിരി വെള്ളം, കുറച്ച് ഈ ചീനച്ചട്ടീൻ്റെ അകത്ത് ഇച്ചിരി ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറേ അധികം വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത്, പിന്നെ മസാലയിൽ നല്ലോണം വെള്ളം കയറിയ പോലെ ഉണ്ടാവേ, അന്നേരം ഒരു രസം ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കുറച്ച് വേവുമ്പം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്താലും മതി. അങ്ങനെ ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇളക്കിയിട്ട് എല്ലാം യോജിപ്പിച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ബിരിയാണി മസാലയും കൂടി ചേർക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അടച്ച് വെച്ച് അങ്ങ് വേവിക്കുക. പെട്ടെന്ന് തന്നെ വെന്തിട്ടേ. അതവിടെ കിടന്ന് ഇങ്ങനെ വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. ഞാനിവിടെ നമുക്ക് ഉച്ചയ്ക്കും രാത്രിയും കൂടി കഴിക്കേണ്ട ഇങ്ങനെ ചോറിൻ്റെ അരിയൊക്കെ എടുത്ത് അളന്നെടുത്തിട്ട് വെക്കുന്നുണ്ട്. 4 ഗ്ലാസ്സോ അങ്ങനത്തെയാണ് എടുത്തത്. ഞാൻ ഗ്ലാസ്സിലാട്ടോ, അതാകുമ്പോൾ ഇളക്കാനും എളുപ്പമായിരിക്കും, വെള്ളം ഇളക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ അത് അരി ആടെ അളന്ന് വെച്ചിട്ടുണ്ട്. അതിന് നേരെ നമ്മുടെ മസാല എന്തായിന്ന് നോക്കുമായിരുന്നേ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടി ഞാൻ ബിരിയാണി മസാല ഈടാക്കിയിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ കുക്കറിലാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കണേ. അപ്പോൾ ഇത് അപ്പുറത്ത് ചോറുണ്ട്, ഇപ്പുറത്ത് അടുപ്പ് മസാലയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച്
പശു നെയ്യ് ചേർത്തിട്ടുണ്ട് ഇത് മസാലയിൽ. പിന്നെ നമ്മൾ ഈ ചോറിൻ്റെ അകത്തേക്ക് ടേസ്റ്റ് കൂടാനായിട്ട് പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ നമ്മൾ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ ആ ജാറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ മസാലകൾ സ്പൈസസൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ചൂടാക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ആദ്യം ഞാൻ ഇത് അരി നെയ്യിൽ കുറച്ച് സമയം വഴറ്റിയിട്ടാണ്. നെയ്യ് കുറച്ച് കുറഞ്ഞു പോയേ. കുറച്ച് സമയം ഞാൻ കുറച്ച് നെയ്യും പിന്നെ ഓയിലാണ് ഒഴിക്കുക. പിന്നെ ഇവിടെ അങ്ങനെ ഓയിൽ ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ അങ്ങനെ ഓയിൽ ഒഴിച്ചിട്ടില്ല. ഞാൻ ദുബായിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി 1 സ്പൂണ് 2 സ്പൂണൊക്കെ ഞാൻ ഓയിൽ ഒഴിക്കും. പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് പിന്നെ നെയ്യ് ഒഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നെയ്യ് കുറഞ്ഞു പോയി. എന്നിട്ട് അരി വഴറ്റിയതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചത്. പിന്നെ ക്യാരറ്റ് ഞാൻ ഇട്ടിട്ടില്ല. ക്യാരറ്റ് ഇടും കേട്ടോ. ക്യാരറ്റ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ ബിരിയാണി മസാല റെഡിയായേ. പിന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ആയിട്ടുള്ള ദമ്മിടുന്നതൊന്നും എടുത്തിട്ടില്ല. ഇത് ഞാൻ കുറച്ച് ചോറ് മാത്രം ഇതിൻ്റെ അകത്തിട്ട് മുകളിൽ നമ്മുടെ ബാക്കിയുള്ള ഇത് ഫ്രൈഡ് ഒണിയനും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില പുതിനയില മുകളിൽ ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ചോറ് തിന്ന് അതിന് ശേഷം നമ്മൾ വീഡിയോസും ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയേ. അതിന് ശേഷം ഈവനിങ്ങിൽ ഞങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ നേരെ മുന്നിൽ മുത്തപ്പൻ മടപ്പുരയാണ്. അപ്പോൾ അവിടെ പോയി വെളിച്ചെണ്ണയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ കൊടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.